അസ്സലാമലൈക്കും. ഞാനിപ്പോ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 8 മാസം മാത്രം പ്രായമുള്ള എന്റെ മോൾ 8 ദിവസത്തോളായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കഴിയുന്നത്. സാധാരണക്കാരായ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ 5 ലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ട്. ഇവളുടെ തുടർ ചികിത്സക്ക് 20 ലക്ഷം രൂപ ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശമരമ്പൂരാണ്. ഞാനിപ്പോ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ കൂടെയുള്ള ഷാഹിന എന്ന് പറയുന്ന സഹോദരിയുടെ 8 മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന് തലച്ചോറിനും നട്ടലിനും ഇൻഫെക്ഷൻ ബാധിച്ച് ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടി ജീവിച്ചു പോകുന്നത്. നാളിതുവരെയുള്ള ചികിത്സയ്ക്ക് 5 ലക്ഷത്തോളം രൂപ ഹോസ്പിറ്റൽ ബില്ലായിട്ടുണ്ട്. ഇനിയും 20 ലക്ഷത്തോളം രൂപ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിവരുമെന്നാണ് ഹോസ്പിറ്റലിന് അറിയാൻ സാധിച്ചത്. സാധാരണക്കാരായ കുഞ്ഞിന്റെ കുടുംബത്തിനെ കൊണ്ട് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഈ പൊന്നുമോളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, 8 മാസം മാത്രം പ്രായമുള്ള അൻസാം ഹാബിൻ എന്ന കുട്ടി വളരെ ഗുരുതരമായ അവസ്ഥയിലാണുള്ളത്. 2 കാലുകളും 1 കൈയും ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിൽ കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടുന്ന് രോഗം ഗുരുതരമാണെന്ന് കണ്ട് മിംസിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. ഇപ്പോൾ നട്ടെല്ലിന് പരിപൂർണമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. തലച്ചോറിലുള്ള പഴുപ്പ് നീക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. അത് എത്ര ദിവസം വേണ്ടിവരുമെന്ന് അറിയില്ല. ഏകദേശ ഒരു കണക്ക് പ്രകാരം അത് 20 ലക്ഷത്തിലധികം രൂപ വരുമെന്നാണ് പറയുന്നത്. വെന്റിലേഷൻ നീണ്ടാൽ വീണ്ടും തുക വർദ്ധിക്കും. കുടുംബത്തിന് യാതൊരു നിർവാഹവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും യോഗം ചേർന്ന് ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുകയും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ടുകയും ചെയ്യുന്നത്. എല്ലാവരും പരമാവധി സഹായം നൽകി ഈ പിഞ്ചു കുഞ്ഞിന്റെ 8 മാസം മാത്രമായുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഈ ശ്രമത്തിൽ ഭാഗഭാക്കാക്കണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഞാൻ കീവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. സുധീർ എന്നവരുടെ 8 മാസം പ്രായമായ മകൾ അതീവ ഗുരുതരാവസ്ഥയിൽ മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി 20 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നതാണ്. അതിന് നിങ്ങൾ നല്ലവരായ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായസഹകരണം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. അസ്സലാമു അലൈക്കും. ഈ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കുടുംബത്തിന് കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ പ്രദേശത്തുകാരായ ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. 20 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ചികിത്സ നടത്തുവാൻ കുടുംബത്തിന് സാധ്യമാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയം പറഞ്ഞുകൊണ്ട് നിവാസികളുടെ മുമ്പിൽ ഞങ്ങൾ കൈകൾ നീട്ടുന്നത്. ഈ സംരംഭം വിജയിപ്പിച്ചു തരണമെന്ന് മനുഷ്യസ്നേഹികളായ എല്ലാവരോടും ഞങ്ങൾ പടച്ച തമ്പുരാന്റെ പേരിൽ ആവശ്യപ്പെടുകയാണ്. ഞാൻ കീവറമ്പിലെ 13-ാം വാർഡ് മെമ്പറാണ്. എന്റെ വാർഡിലാണ് ഈ കുട്ടി. വളരെ ഗുരുതരമാണ് ഈ രോഗമെന്ന് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ നാട്ടുകാരുമായിട്ട് കൂടി കമ്മിറ്റി ഉണ്ടാക്കി. നാട്ടിലെ എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ചും ഞങ്ങൾ പ്രവാസികളെയൊക്കെ ഈ സംരംഭത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ദയവ് ചെയ്ത് സഹായിക്കണം എന്നും കൂടി അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, കീവറമ്പ് പ്രദേശത്തുള്ള ഹെൻസാമോൾ എന്ന് പറയുന്ന കേവലം 8 മാസം മാത്രം പ്രായമുള്ള ഈ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നാട്ടുകാർ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൈകോർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കീവറമ്പിലെയും സമീപ പ്രദേശത്തെയും ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് രൂപീകരിച്ച സഹായ സമിതിയിലേക്ക് നിർലോഭമായി നിങ്ങൾ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്.